നയപ്രഖ്യാപന പ്രസംഗം 1 മിനിറ്റ് 17 സെക്കൻഡിൽ ഒതുക്കി നിയമസഭയിൽ ഗവർണറുടെ അസാധാരണ നീക്കം. മുഖ്യമന്ത്രിയിൽ നിന്നും പൂച്ചെണ്ട് സ്വീകരിച്ചുവെങ്കിലും മുഖം തിരിച്ച് ഗവർണർ മാറി. സഭയിൽ വെറും 6 മിനിറ്റ് മാത്രം ചെലവഴിച്ച ഗവർണർ തന്റെ കർത്തവ്യം നിറവേറ്റി അതിവേഗത്തിൽ മടങ്ങി. ഭരണപ്രതിപക്ഷ നിരയെ അക്ഷരാർത്ഥത്തിൽ അമ്പരിപ്പിച്ച നിമിഷങ്ങൾക്കായിരുന്നു സഭാതലം ഇന്ന് സാക്ഷ്യം വഹിച്ചത്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ 1 മിനിറ്റ് 17 സെക്കൻഡ് ഒതുങ്ങുന്ന അവസാന ഖണിക മാത്രം വായിച്ച് തന്റെ കർത്തവ്യം നിർവഹിച്ചു മടങ്ങുന്ന ഗവർണർ നിയമസഭയിൽ മറ്റൊരു ചരിത്രം കുറിക്കുകയായിരുന്നു. നയപ്രഖ്യാപനത്തിലെ ചില ഭാഗങ്ങൾ മാത്രം ഒഴിവാക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട സഭാംഗങ്ങളെ മുഴുവൻ ഞെട്ടിപ്പിച്ചു. കഴിഞ്ഞ ദിവസങ്ങളായി ഒരു മഞ്ഞുരുകലിന്റെ പ്രതീതി ജനിപ്പിക്കുന്നു. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിന് കരടിൽ യാതൊരു അതൃപ്തിയും കാണിക്കാതെ ഒപ്പിടുന്നു. ഒടുവിൽ നയപ്രഖ്യാപനത്തിനായി കൃത്യസമയത്ത് സഭയിലെത്തുന്നു. ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുന്നു. സ്പീക്കറും മുഖ്യമന്ത്രിയും പാർലമെന്ററി കാര്യമന്ത്രിയും ചേർന്ന് സ്വീകരിക്കുന്നു. മുഖ്യമന്ത്രിയിൽ നിന്ന് പൂച്ചെണ്ട് സ്വീകരിച്ചെങ്കിലും മുഖത്ത് നോക്കിയില്ല. അകത്തേക്ക് പ്രവേശിക്കുന്നു. ദേശീയ ഗാന ആലാപനത്തോടെ സഭാ നടപടികൾ തുടങ്ങുന്നു. പിന്നെ കണ്ടത് തികച്ചും നാടകീയ രംഗങ്ങൾ. We will weave the tapestry of inclusive growth and responsible resilience, overcoming all the challenges that are thrown our way. Jai Hind. ഭരണഘടനാ തലവൻ എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്വം നിറവേറ്റി ഉടൻ തന്നെ മടങ്ങിയ ഗവർണർ നിയമസഭയിൽ ചെലവഴിച്ചത് 6 മിനിറ്റ് മാത്രം. ഭരണപ്രതിപക്ഷ നിരകളെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം 1 മിനിറ്റിൽ മാത്രം ഒതുക്കിയതിലൂടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്റെ നിലപാട് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. സർക്കാരും ഗവർണറും തമ്മിലെ പോര് കൂടുതൽ തീവ്രമാകുന്ന നാളുകൾക്കാകും രാഷ്ട്രീയ കേരളം ഇനി സാക്ഷ്യം വഹിക്കുക. നിയമസഭയ്ക്ക് മുന്നിൽ നിന്നും ആൻഫിലി ഡിസൂസ, അമൃത ന്യൂസ്.